പിന്നെ ഇതുകൂടെ നടക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. വീട്ടിലല്ലേ നമ്മൾ കിടന്നുറങ്ങണേ, വീട്ടിലാണെങ്കിൽ നമ്മൾ സേഫാണ്. കാലിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് പുഴയാണ്. അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായാലും നമുക്കൊരു തൊല്ലയാണ്. ഹായ് ചെയ്യാൻ പറയാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് റെയിൽവേ ട്രാക്കിലാണ്. റെയിൽവേ ട്രാക്കിൽ നിന്ന് കൊണ്ടുള്ള ഒരു ഇൻട്രോയിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്യാമ്പിങ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നിലമ്പൂർ ഷൊർണൂരായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ട്രാക്കാണ്. നമുക്ക് ട്രാക്കിലൂടെ നടന്നു പോകുകയെന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്കൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഇത് നിലമ്പൂർ ഭാഗത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഷൊർണൂർ ഭാഗത്തേക്ക്. അടുത്ത സ്റ്റോപ്പ് ഈ ഒരു ഭാഗത്ത് വരുന്നത് വാണിയമ്പലം. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാരാടാണ്. അപ്പോൾ ഇത് നടുവിലൂടെ ഒരു പുഴയുണ്ട്, ഇവിടെ ഒരു പാലമുണ്ട്. ആ ഒരു പുഴേൻ്റെ പാലത്തുമ്മക്കാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റെയിൽവേ പാളത്തിൻ്റെ ട്രെയിൻ പോകുന്ന പാലമാണ്. അപ്പോൾ ആ ഒരു റെയിൽ ബ്രിഡ്ജ്, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് അക്കരെ എന്ന് പറയുന്നത് രാമൻകുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് കുതിരപ്പുഴ എന്ന് പറയുന്നൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ ബ്രിഡ്ജ് സ്റ്റാർട്ടാവും. ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താ വെച്ചാൽ, ഉദ്ദേശമല്ല വരാനുള്ള കാരണം, നമ്മളുടെ വീഡിയോ കാണുന്ന നേരിട്ട് എന്നെ പരിചയമുള്ള ആളുകളൊക്കെ പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്ന് പോയി ക്യാമ്പ് ചെയ്തുകൂടെ, അവിടെ നല്ല സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഇവിടേക്ക് വന്ന് നോക്കിയിട്ടൊന്നുമില്ല, കുറേ ആയി ഇതുവഴിയൊക്കെ വന്നിട്ട്. ഇവിടെ താഴത്ത് പിള്ളേർ മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് ബ്രിഡ്ജിട്ടാ. ഇതിങ്ങനെ ഒരു ഷീറ്റാണ്. ഈ ഒരു ഷീറ്റും കൂടെ വേണം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ട്രെയിനെല്ലാം വരുവാണെങ്കിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കണ്ടങ്ങൾ ഈ ഒരു പുഴയിലാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പുഴയിലല്ല, പുഴക്കരയിൽ. ഇത് താഴെ ഭാഗമാണ്. ഇതാണ് കുതിരപ്പുഴ എന്ന് പറയുന്നത്. ഈ കുതിരപ്പുഴ എന്ന് പറയുന്നത് ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ്. അതുപോലെ തന്നെ ഉത്ഭവം അങ്ങ് പശ്ചിമഘട്ടത്തിൽ നിന്നും. നമുക്ക് ഏത് ഭാഗത്താണ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയെന്ന് അറിയില്ല. കൊള്ളാമല്ലേ, സൂപ്പർ സ്ഥലമല്ലേ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ മീൻപിടുത്തം, കുക്കിംഗ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടോ എന്താ അറിയില്ല. ഒരു പാറയൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, അടിപൊളി ഏരിയ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഞാൻ 2 വർഷം മുമ്പ് ഞാൻ കുക്കും വന്നിട്ട് ഇവിടെ എവിടേക്ക് ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ ഒരു കുണ്ട്, അന്ന് ഇത്രയും വെള്ളമല്ല, ഈ ഒരു കുണ്ടിൽ അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ചുട്ടു തിന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അത്രയും രസമുള്ള സ്ഥലമാണ്. ഏതായാലും അറ്റം വരെ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ചെക്കന്മാർ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വരുമ്പോഴൊക്കെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയ. താഴെ ഭാഗത്തേക്കൊക്കെ നല്ല താഴ്ചയാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാലം, അതിൻ്റെ പില്ലർ കാര്യങ്ങളെല്ലാം. കാരണം അവരാണല്ലോ ഇവിടേക്ക് റെയിൽവേ ട്രാക്ക് കൊണ്ടുവന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചാൽ, നമുക്ക് സൺറൈസോ സൺസെറ്റോ കാണാൻ വേണ്ടി പറ്റില്ല. സൺറൈസ് കാണണമെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മേലെ വന്ന് നിന്നാലും വല്ലാതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ, ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ളത്. അതായത് ഈ ഒരു നേരത്ത് ഞാൻ ഇക്കരയൊക്കെ എത്തിയിട്ടുണ്ട്, ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കിട്ടിയിട്ടാ. ആ ചെക്കന്മാർ ആ ഒരു ഇതിലാണ് നിന്നത്. പക്ഷെങ്കിൽ ഞാൻ അവിടെ നിന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടില്ലല്ലോ. ട്രെയിൻ ഏതാണ്ട് ചെറിപ്പാഞ്ഞ് വരികയാണ്. ഇതൊക്കെ ഒന്ന് കോട്ടയം എക്സ്പ്രസ് ആണോ? അപ്പോൾ സമയം 4:30 കോട്ടയം എക്സ്പ്രസ് ആവാൻ സാധ്യത. കോട്ടയം എക്സ്പ്രസ് ആണ്. ഒരു രക്ഷയല്ലാത്ത സ്പീഡായിരുന്നു സാധനത്തിന്. സ്പീഡ് കൊണ്ട് ഞാനേ ഇവിടെ നിൽക്കുമ്പോ തന്നെ എമ്മ കാറ്റിയെന്നറിയാ. അപ്പോ ഞാൻ അവിടെ നിന്ന് ഇപ്പോഴും പോന്നിട്ടുള്ളൂ. ഈ ചെക്കന്മാര് പറഞ്ഞപ്പോ ട്രെയിൻ ഉണ്ട്, നമ്മള് രക്ഷപ്പെട്ടതാണ്. നമുക്ക് ഇവിടെയൊക്കെ കയറി ഇതുകൂടെ കയറി നടക്കുമ്പോഴൊക്കെ ട്രെയിനുള്ളത് അറിയാം. പിന്നെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്തുണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മളുടെ ഡ്രോണ് ഇതൊക്കെയാണ്. നമ്മളുടെ സ്റ്റാൻഡ് ഒന്ന് വലുതാക്കിയിട്ട് അങ്ങനെ നടന്നു പോവുക എന്നുള്ളത്. എന്നാലും കൊള്ളാം, ഇത് നല്ലൊരു ഡ്രോണല്ലേ. ഞാനിങ്ങനെ ആലോചിക്കണം എന്താ വെച്ചാല്, നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി ഒന്ന് നമ്മൾ പോറിനോടത്ത് നമ്മളുടെ വെള്ളം ക്യാനൊക്കെ വെച്ചിട്ടുണ്ട്, ഒന്ന് അതുവഴി ഇറങ്ങാൻ വേണ്ടി പറ്റും. ഇല്ലാന്നാണെങ്കിൽ നമ്മൾക്ക് ഇറങ്ങാനുള്ള വഴി ഇതിലെ ഈ 2 ഗ്യാപ്പ് കൂടിയാണ്. അതായത് ഒന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങും, ഒന്നാം സൈഡിൽ കൂടെ. എന്തായാലേ കാടിൻ്റെ ഉള്ളിൽ അങ്ങനെ പോകുന്ന ഒരു ട്രാക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. ഇത് കൊള്ളാം, നല്ല അടിപൊളിയാണ്. നല്ല വ്യൂ അല്ലേ.
പിന്നെ ഇതുകൂടെ നടക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഒരു പാത്തി പോയി കഴിഞ്ഞാൽ, പാത്തിൻ്റെ അപ്പുറത്തേക്ക് കാല് കുടുങ്ങി കഴിഞ്ഞാൽ താഴത്തേക്ക് പോകുന്നില്ല, പക്ഷെ എന്നാലും പേടിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ട്രെയിൻ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. കാരണം ടൈം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വണ്ടി വരുമ്പോഴത്തേനും ഇവിടുന്ന് പോകാൻ നോക്കാം നമ്മൾ. ഇവിടെ ഇപ്പം ഞാൻ സ്ഥലമാണ് വിഷയം, അല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ അല്ല. അല്ലാത്തൊക്കെ ഓക്കെ, നമ്മൾ പേടിക്കേണ്ട ഒരു സ്ഥലമല്ല താനും. എന്നോട് ഇവിടെ വന്ന ആളുകൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ അടുത്തായിട്ട് നല്ല തണുപ്പ് കയറിയ ഒരു ദിവസം നല്ല രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ട് ഇതിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ. ആ ഒരു ടൈമിൽ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ടൊക്കെ എത്തിയിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആവാം എല്ലാവരും എന്നോടൊന്ന് വന്ന് ക്യാമ്പ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേങ്കിൽ ഇന്നോ നാളെ ചിലപ്പോൾ ഉണ്ടാവും എന്നറിയില്ല. നാളെ മോർണിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ വെള്ളം ഒരു ചൂണ്ടയുണ്ട് നമ്മുടെ, അതൊക്കെ ഞാൻ അവിടെ കുറച്ച് ദൂരെയാണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്കറിയാം ഇതുവഴി ഏതായാലും അപ്പുറം ഇപ്പുറം നമുക്ക് ക്യാമ്പിങ് എന്തായാലും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറം ഈ രണ്ട് സൈഡ് നമുക്ക് നടക്കുള്ളൂ. അതൊന്നുമില്ലെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇവിടെ, അവിടെ എവിടെ പറ്റുക എന്നുള്ളത് ഒന്ന് നോക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ കരുതുന്നത് ഈ സൈഡ് തന്നെയാണ് നമുക്ക് പറ്റുന്ന സൈഡ്. അപ്പോൾ ആ ഒരു സൈഡ് ലക്ഷ്യം വെച്ച് നമുക്ക് പോയി നോക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ വെള്ളവും ചൂണ്ടലും ഉള്ളത്. ഇതും കൊണ്ട് നമുക്ക് പോകാനുള്ള വഴി ഇതിലെയാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ ആ മലന്റെ മുകളിലായതുകൊണ്ട് അപ്പൊ പേടിയിൽ ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു, നീ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, നീ പേടിക്കാതെ വീഡിയോ ചെയ്യ്, ഷാപ്പിങ്ങാരൊക്കെ ജോലിക്ക് വരുന്ന സ്ഥലമല്ല, പിന്നെ എന്ത് നീ ഇത്ര പേടിക്കണത്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്താ പറയുക, ഞങ്ങൾക്ക് നമ്മളൊരു സ്ഥലത്തേക്ക്, ഞാൻ അത് ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലം, അത് ആരാണെങ്കിലും പേടിക്കും, നമുക്കൊരു പേടി ഉണ്ടാവും. നമ്മൾ എന്നും കിടക്കണോടത്തൊന്നല്ലല്ലോ നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ മുമ്പ് നമുക്ക് കിടന്നിട്ട് പരിചയമല്ല. നമുക്ക് ഒരു പരിചയമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യം കുറച്ചുണ്ടാവുള്ളൂ. അല്ലാത്തടത്ത് നമ്മൾ ചെറിയൊരു വേട്ട ഉണ്ടാവും. അന്ന് തന്നെ നിങ്ങൾ ആ വീഡിയോയിൽ എൻ്റെ ഹൃദയമടിപ്പ് വരെ കമൻറ്റ് ചെയ്ത ആളുകളുണ്ട്. സംഭവം ശരി, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായത് ഹൃദയമടിപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന സ്ഥലം ഞാൻ ഇതുവരെ ഇവിടെ വന്ന് കിടന്നുറങ്ങിയിട്ടില്ല. മീൻ പിടിക്കാനൊക്കെ വേണ്ടി വന്നിരിക്കുന്നല്ലാതെ. ഇപ്പോൾ ഉണ്ടോ ഇങ്ങനെ കാണുമ്പോൾ പറയുമ്പോൾ റബ്ബറാണ് ആ മേലെ ഭാഗമുള്ളത്. ഇതിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത് എവിടേക്കാ, കാട്ടുക്കോ, അതൊക്കെയാണ് പറയണ്ടേ. അപ്പോൾ ഇത് കാടൊന്നല്ല, ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പുഴക്കരയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇത് ആരും ഉണ്ടാക്കി വെച്ചതാണ്, ഞാനിതുവഴി ഇങ്ങനെ പോകുന്നതെന്ന് മാത്രം. ഇതിലെ പോയ വഴി ഉണ്ടാവും എന്ന് തന്നെ കരുതണം. പക്ഷെ നടന്നിട്ടും അവിടെ എത്തണില്ലല്ലോ. ഞാൻ കുറേ നേരമായി നടന്നിട്ടും അവിടെ എത്തണില്ല. നല്ല പുല്ലാണിക്കാടാണ്, വള്ളികളായിട്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അവർ ഇവിടെ വരെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർ കേൾക്കട്ടെ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആ ആള് എന്നുള്ളത്, അല്ലെ അറിയട്ടെ, എന്നെ കൊണ്ടുണ്ടാവട്ടെ ഉപകാരങ്ങൾ. ഓ മൈ ഗോഡ്, കൊള്ളാല്ലേ, ഫുള്ള് റബ്ബർ ആയതുകൊണ്ട്. പക്ഷേങ്കിൽ ഈ റബ്ബർ തോട്ടത്തിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാ തോട്ടം, അടിപൊളി, അതിമനോഹരമായിട്ടൊരു തോട്ടം. അതായത് ഇങ്ങനെ വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും എന്ത് റബ്ബറും തോട്ടങ്ങൾ. അതായത് നമ്മൾ താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്താ ഈ കാണുന്നത് തന്നെയാണ് പുഴ. പക്ഷേങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മേലെ പുഴ താഴെയാണ്. മേലെ ഇവിടെ എവിടെയൊക്കെ റബ്ബറും തോട്ടത്തിൽ കിടക്കേണ്ടി വരും. മഴ കിടക്കല്ലേ, ഇവിടെ അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അത്ര അടുത്ത് തന്നെ പുഴയാണ്. പക്ഷേ ഫിഷിങ് ഇവിടെ കാര്യമായിട്ട് നോക്കണ്ട. ഇവിടെ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുക ചാലിയാറിലാണ്. ഇത് ചാലിയാറിൻ്റെ ഒരു കൈവരിയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വല്ലാതെ മീൻ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ മീൻ ചൂണ്ടമ്മ കിട്ടുന്ന ഒരു സമയമല്ല താൻ. പക്ഷെ എന്നാൽ പോലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് മാത്രമാണ്. ശ്രമിച്ചു നോക്കാറുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, ഉള്ളിൽ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഈ പുഴയുടെ കരയിലൂടെ ഒക്കെ വഴികൾ ഉണ്ടാകുന്നത് എങ്ങനെ അറിയോ? ഈ ചൂണ്ടലിടാൻ വരുന്ന ആളുകൾ നടന്നിട്ടാണ്. ഇപ്പോൾ ചൂണ്ടലിൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ വഴികളൊന്നും ഇല്ല അത്ര കണ്ട് പ്രോപ്പറായിട്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലൊക്കെ നോക്കേണ്ടി വരും. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ, വേറെ സ്ഥലമൊന്നും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. ഐ മീൻ വെയിറ്റ് ഇറക്കി വെക്കാം. പിന്നെ അത് മാത്രമല്ല, അയ്യോ, 2 ഇക്കമാരിപ്പോൾ ഇതിൽ അവിടെ പാസ് ചെയ്യും. ഒരു തന്നെ എന്താ പറയുക, വല ഇടാൻ വേണ്ടി വന്ന. ഇന്നെന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ആവശ്യമില്ലാത്തൊരു ദിവസമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ചെറിയ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം എന്ന് തന്നെയുള്ളൂ. കാരണം പുഴയിലെ ആളുകൾ നൈറ്റ് ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമുക്കിവിടെ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ടെൻറ്റ് ഇവിടെയാണ് പിച്ച് ചെയ്യാൻ കരുതണം. ആ ഒരു സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി.
ഇവിടെ വല്ലാതെ ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തൊക്കെ റബ്ബറുകളാണ്. ഇത്രയും ഉണങ്ങി കിടക്കുന്ന ചെമ്മലകൾ ഉണ്ടായതുകൊണ്ട് അതേ ഒരു തരി പോയാൽ നമുക്ക് പണിയാകും. ഞാൻ ഇതുവരെ ക്യാമ്പ് ചെയ്തതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്പോട്ട് വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. ഞാൻ പറയാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ അധികം ക്യാമ്പ് ചെയ്യുന്നത് പ്രൈവറ്റ് ഏരിയകളിലാണ്. ഇതും തന്നെ ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് പരമാവധി ചെയ്യാറ്. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് പറ്റില്ല എന്നാണെങ്കിൽ പോവാലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം ഞാനും എൻ്റെ വീടും തമ്മിൽ ഏതാണ്ട് ഒരു 13-14 കിലോമീറ്റർ അകലെയായിരിക്കും. 14 കിലോമീറ്റർ അകലെയായിരിക്കും. അപ്പോൾ ഞാൻ ഏതാണ്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ പിന്നെ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ടെൻ്റ് അത് പിച്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചൂണ്ടയൊക്കെ ഇട്ടിങ്ങനെ നടക്കാമല്ലോ. ക്യാമ്പ് ഫയറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കേട്ടോ. ക്യാമ്പ് ഫയർ ഞാൻ ചിന്തിക്കണുള്ളൂ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ ദിസ് ഈസ് മൈ ടെൻറ്റ്. ഈ ഒരു ടെൻ്റ് ഒരു കഥയാണ്. കൺഫ്യൂഷൻ. ടെൻറ്റിൻ്റെ സൈഡ് ഏത് ഭാഗത്തേക്ക് ഫ്രണ്ട് വേണം? ഫ്രണ്ട് ആ ഭാഗത്തേക്ക് വേണോ ഈ ഭാഗത്തേക്ക് വേണോ? ഈ ഭാഗത്തേക്കാണ് ഒന്നും കൂടി നല്ലത് അല്ലേ? അപ്പം നമുക്ക് തിരിച്ചിടാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാധനങ്ങളൊന്ന് ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് പോയി ചൂണ്ടയിടാം. സാധനങ്ങൾ ഉള്ളിലേക്ക് വെക്കുന്ന ബാഗ് മാത്രം വെച്ചാൽ മതി. ഇന്നത്തെ കുക്കിങ്ങും തന്നെ ചെറിയൊരു ഐറ്റംസ് പരിപാടിയുള്ളൂ, വലിയ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറക് അത്ര കണ്ട് വേണ്ട നമുക്ക്. ഓക്കെ, അഥവേ നമ്മൾക്ക് ക്യാമ്പ് ഫയർ ഇടേണ്ടി വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയാൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക്. പോകല മണ്ണാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ച്. എന്താ നടക്കൂല അല്ലേ? വേറെ കൊമ്പോക്കാം. വിറക് കിട്ടണമെങ്കിൽ വിഷയമൊന്നുമില്ല. റബ്ബറും തോട്ടമാണ്. പക്ഷെ ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടുന്ന് വിറക് നന്നായിട്ട് കൊണ്ടുപോകണം. ഇവിടെ ഞാനൊരു ഒറ്റ കൊമ്പ് പോലും കാണുന്നില്ലടേ. എന്ത് വിശാലമായി കിടക്കുന്ന ഒരു റബ്ബറും തോട്ടം. ഇതിലൊരു വിറക് പോലും ഇല്ല അറിയുമ്പോൾ ഇതെന്താ പട്ടയോ? പട്ട നമുക്ക് തീ പിടിപ്പിക്കാൻ അതിന് മാത്രമുള്ള മതി. അതൊക്കെ. ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ ലക്ഷ്യം വെച്ച് വന്നതായിരുന്നു. ഇതുമ്മേൽ അത്യാവശ്യം കൊമ്പും ചുള്ളിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും പറ്റൂല. അവിടെ അപാരം കൊമ്പുണ്ട്. അപാരം കൊമ്പ് അടിപൊളി അല്ലേ? വാവ്. എന്തോടെ തോറ്റുതരാൻ മനസ്സില്ല. കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിറക് ഏറെയാണ്. ഇത്രയും വിറകിൻ്റെ ആവശ്യമില്ല നമുക്ക്. പക്ഷെ എന്നാൽ പോലും നമ്മളിത് ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്. കുക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടില്ല എന്നല്ല പറഞ്ഞത്. കുക്കിംഗ് ഉണ്ട്, പക്ഷേങ്കിൽ വിറക് വെച്ച് കുക്ക് ചെയ്യേണ്ട പരിപാടി നമുക്കില്ല. വല്ലാത്ത അടി ഇറക്കായി പോയിട്ടാ. പുഴയിലോട്ട് ഇറങ്ങിയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ കുറച്ച് ഒരു 10 അടി വിട്ട് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിറകായിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ചൂണ്ടയിടണമെങ്കിൽ നമുക്ക് പുയര വേണം. പുയര കളച്ച് കിട്ടിയിട്ട് വേണം. ഞാൻ വലിയ ചൂണ്ടയൊന്നും എടുത്തിട്ടില്ല. നമ്മളുടെ തോട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചൂണ്ടയാണ്.
അത് മതി നമുക്ക്. ജസ്റ്റ് ഒന്ന് നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ ഒരു എൻജോയ്മെൻറ്റ്, നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാം. അതിൽ നിങ്ങൾ തന്നെ കുറച്ച് നേരം എൻഗേജഡ് ആയിട്ട് നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോയരാം. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് പോയരാം. ഇവിടെയൊക്കെ കളച്ചാൽ കിട്ടുമായിരിക്കാം. ഞാൻ കളച്ച് നോക്കട്ടെ. അതായത് കളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഈ കത്തിന്നേ ഉള്ളൂ. എൻ്റെ എല്ലാവിധ പരിപാടിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള്, എൻ്റെ പ്രധാനപ്പെട്ട ആയുധമാണത്. പക്ഷെ ഇതിൽ വെള്ളം കണ്ടെന്നല്ലാതെ ഇതിൽ പുയരൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് പുയരക്കുറ്റികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടി മേലേക്ക് കയറ്റി കളച്ചാലോ. ഞാൻ മറന്നൊരു കാര്യമാണിത്. ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ കാണിച്ചു തരുന്നില്ല. അതിൻ്റെ മേലെ കൂടെ രണ്ടാളുകളൊക്കെ പോകുന്നുണ്ട്. എന്താ പറയുക, ഇതാണ് നമ്മളുടെ കുതിരപ്പുഴ, അതായത് രാമൻകുത്ത് ബ്രിഡ്ജ് എന്നാണ് ഇതിനെ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്നത്. നമ്മളിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ടെൻറ്റിങ്ങൊക്കെ കൂടെ നോക്കിയാൽ കാണും. ഇതാണ് നമ്മുടെ ടെൻറ്റ്. അപ്പം എന്താ വെച്ചാൽ ഞാൻ ചൂണ്ടിടണമെങ്കിൽ ഇത് അവിടെ, പക്ഷേ എനിക്ക് പുയര കിട്ടുന്നില്ല. അവിടെ മണലായതുകൊണ്ട് പുയര കിട്ടാൻ കുറച്ച് പണിയാണ്. എന്തായാലും ഞാൻ തന്നെ ഒന്ന് കുളിക്കണം. ഞാൻ ആ ഒരു പരിപാടി നോക്കട്ടെ. അപ്പം നമ്മൾക്ക് ഒരൊറ്റ പുയര കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ വല്ലതും തടഞ്ഞാലോ. തടയാന്ന് പറഞ്ഞാൽ കൊത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനേക്കാളും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുയര കിട്ടും കേട്ടോ. ഫുള്ള് പാറയാണ്, അപ്പോൾ ഒഴുക്കലുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒഴുക്കലൊന്നും ഇല്ലാതെ അപകടമൊന്നും വരുത്താതെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, കോർത്തിട്ടുണ്ട്. ഇട്ട് നോക്കാം. ഇതാണ് നമ്മളുടെ പൊങ്ങ്. മീൻ കിട്ടാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ അല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാനിത് ജസ്റ്റ് പറഞ്ഞില്ല, ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്. ഇതെൻ്റെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പൊട്ടുന്നൊന്നുമില്ല. ഏതായാലും നമ്മുടെ ചൂണ്ടലിടൽ നടക്കൂല, പുയരല്ലാത്തതുകൊണ്ട്. കൊത്തുന്നൊക്കെ ഉണ്ട്, പക്ഷെ പുയരല്ലാത്തതുകൊണ്ട് നടക്കൂല. ഞാൻ പിന്നെയും കുറേ ശ്രമിച്ചു നോക്കി. ഇതിൽ നടക്കാൻ തന്നെ കുറച്ച് പണിയാണല്ലോ. അടിപൊളി, കൊള്ളാം. അപ്പം ഞാനിവിടെ കുളിക്കാന്നാണ് കയറുന്നത്. കുളിക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ കത്തിനൊക്കെ ഒന്ന് കഴുകണം. കത്തിക്കാകെ ചെളിയായി. ചെളിയാവാനുള്ള കാരണം നമ്മളിപ്പോൾ പുയര കളച്ചില്ലേ, അതാണ് സംഭവം. ആകെ മണ്ണ. അപ്പോൾ കത്തിനെ ഉഷാറായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഈ ഒരു കുണ്ടിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കാം. നമ്മൾ ഇത്രയും നല്ലൊരു പുയയിലേക്ക് വന്നിട്ട് നമ്മൾ കുളിച്ചിട്ടില്ല അറിയുമ്പോൾ മോശമല്ലേ. അത്ര വലിയ പുണ്യ നദി അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ അഴുക്ക് വളരെയധികം കുറവാണ്. അഴുക്കിട്ടോ, ഒഴുക്കല്ല, ഒഴുക്ക് നന്നായിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ്. ഞാൻ മൈക്ക് കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത്. മൈക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഞാൻ മൈക്കോട് വെച്ചിട്ട് നൈസായിട്ടൊന്ന് മുങ്ങി കുളിച്ച് കയറി വരച്ചേട്ടാ. അപ്പൊ ഇന്റെ നീരാട്ട് കഴിഞ്ഞു. ഞാൻ കയറാണ്. ഇത്രയൊക്കെ മതി. നല്ല നല്ല കുളിക്കാൻ വേണ്ടി എന്തായാലും പറ്റില്ല. നല്ല കുളിക്കാൻ വേണ്ടി എന്തായാലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സോപ്പ് കാര്യങ്ങളൊന്നും എടുത്തില്ലല്ലോ. എന്നാൽ പോലും ഈ ഒരു ഈവനിങ് ടൈം, രാവിലെ നമുക്ക് എന്തായാലും കുളിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. നമുക്ക് നേരത്തെ ഇറങ്ങണം. കാരണം പിറ്റേ ദിവസം എനിക്ക് ഓടാൻ വേണ്ടി പോകാനുള്ളതാണ്. അതുകൊണ്ട് കുളി കഴിഞ്ഞു. നമ്മൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇതന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എൻ്റെ അക്കരയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടാ. ഞാൻ ഈ ഒരു കാടിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു ഇരുട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ടെൻറ്റ് ഇറക്കുന്നത്. അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് ഞാൻ. ഇവിടെ ലൈറ്റ് നല്ല കുറവുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് വലിയ വെട്ടമൊന്നും ഇല്ലെങ്കിലും എന്നാലും എനിക്കിപ്പോൾ നിൽക്കാനുള്ള വെളിച്ചം കിട്ടുന്നുണ്ട്. കുറച്ച് വൈകിയ വേളയിലായാലും നമുക്ക് ലൈറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വൈകിട്ടൊന്നുമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് പോരാത്ര കൊണ്ട് ബേജാറാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ഥലം എന്തൊക്കെയായാലും ക്യാമ്പ് ഫയർ ഇടാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ടെൻറ്റ് പലപ്പോഴും ഇങ്ങനെ ഓണാക്കി ഇടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിവിടെ നൈസായിട്ട് തീയിന് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ഉണ്ടാകുമ്പോഴാണ് ക്യാമ്പിങ്ങിന് ഒരു വൈബുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു രസം കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ടിട്ട്, അല്ലാതെ ഇവിടെ പേടിക്കാനുള്ള വിഷയമോ ഒന്നും പറ്റില്ല. പേടിക്കേണ്ടതായിട്ടുണ്ട്. പേടിക്കണം. നമ്മൾ എവിടെ ആയാലും നമ്മൾ വീട്ടിലല്ലല്ലോ നമ്മൾ കിടന്നുറങ്ങണേ. വീട്ടിലാണെങ്കിൽ നമ്മൾ സേഫാണ്.
ഞാൻ സത്യം പറഞ്ഞ ഇന്ന് ഓടി ബാബനെ തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഓടി ബാബനെ എനിക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓടി ബാബനെ ഞാൻ സാധാരണ എടുക്കല് നമ്മൾക്ക് അത്ര കണ്ട് പേടിയുള്ള ഏരിയ ഒക്കെ നോക്കിയിട്ടാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഈ മേലെ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു നോക്കാം, ചുറ്റും കാലിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു നോക്കാം എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോഴൊരു പേടി എന്താ വെച്ചാൽ ഈ ഒരു പാമ്പുകളെ മാത്രമേ ഉള്ളൂ. ഈ ഒരു അരുവ് കൂടെ അങ്ങോട്ടും പിന്നെ കയറി വരാനും ഇവിടെയൊക്കെ വന്ന് നിൽക്കാനും ഒക്കെ സാധ്യത ഉണ്ട്. ഒന്ന് മുട്ടയാണ്, ഒരു വേറെ പ്രത്യേക തരം കുക്കിംഗ് ആണ്. 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് 7:30 ആവാറായി. 7:20 കഴിഞ്ഞിട്ട് 7:22 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ആയിട്ട് നമ്മളുടെ എന്താ പറയുക പുഴയാണ്. പുഴയും പാലൊക്കെ ആ ഒരു സൈഡിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങുവാണ് വേലോട്ട്. ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത് എന്തിനാടാന്ന് നിങ്ങൾ ചോദിക്കും. ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഉണ്ടോ നമ്മൾ നേരത്തെ ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നിരുന്ന സ്ഥലമാണ്. നമ്മുടെ ഇക്കമാരം അടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പാലെന്ന് പറയുന്നത്. ഈ ലൈറ്റ് നിൽക്കുന്നുണ്ട്. ഇനി ലൈറ്റ് ഞാൻ ഓഫാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അടിപൊളിയല്ലേ? ട്രെയിനാണോ പോകുന്നത് നിലമ്പൂർ ഭാഗത്തേക്ക്? കണ്ടാ അതിന് തുടക്കം കിട്ടാഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ടോർച്ച് ഓഫാക്കണേന് പകരം ഞാൻ ഓഫാക്കിയത് എന്താ അറിയോ, ഈ ക്യാമറയാണ് ഓഫാക്കിയത്. അതാ പാച്ചത്, ഇല്ലെങ്കിൽ അതിന്റെ തുടക്കം കിട്ടിയായിരുന്നു. അപ്പൊ സമയം എന്ന് പറയുന്നത് 7:20. ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ക്യാമ്പിങ് ഫീൽ ആവുന്നത്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യാത്ര പോയിട്ടില്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞ് ഭയങ്കര വിഷമം വരും. പക്ഷെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമ്പോൾ എന്തോ അതിനൊരു ആശ്വാസം, അതായത് ഒരു ഫീൽ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീൽ എനിക്ക് തരുന്നുണ്ട്. ഇപ്പോൾ സമയം എത്രയെന്ന് പറയാം, 8 മണി. ഇതിൻ്റെ ഓഡിയോ ബാബയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ടോർച്ചാണത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേരിട്ട്. ആ ഒരു പേരിൻ്റെ അർത്ഥം കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ ശതമാനം കാണിക്കേണ്ടതിൽ 94%, 100% ഇതുണ്ടാവുക. അത്ര കണ്ട് പേടി എനിക്കില്ല. അല്ലെങ്കിൽ ഈ നേരാകുമ്പോഴേക്ക് 40%, 30% ആവേണ്ട ഒരു ടോർച്ച് അത്. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. അത് മൃഗങ്ങളെ പേടിച്ചിട്ടല്ല, പറഞ്ഞമാതിരി പാമ്പുകളെ പേടിച്ചിട്ടാണ്. ഇവിടെ തൊട്ടടുത്തൊരു മരമുണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ വട്ടക്കൂറ എന്ന് പറയുന്ന സാധനം അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായാൽ നമുക്കൊരു തൊല്ലയാണ്. ഇത് ഞാൻ ഇപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് തുറന്നതാണ്, വേറെ ഒന്നുമല്ല. നമ്മളുടെ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാന്ന് കരുതി. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഇക്കമാരുണ്ട്. ട്രെയിന് വീണ്ടും പോകുന്നുണ്ടാ. അപ്പൊ ട്രെയിന് പോയി. എനിക്ക് തോന്നുന്നത് രാജാറാണി ആവാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ സമയം 8:20 ആയിട്ടുണ്ട്. ഞാൻ കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പൊ അവരിന്നോട് പോയപ്പോ എന്താ പറഞ്ഞ അറിയാം, നിനക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും നേരം അവര് ആ പുഴയിലായിരുന്നു, അവർ 2 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അവര് പോലും ഇങ്ങനെ പറയണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, പൊതുവെ അതങ്ങനെയാണ് അല്ലേ. പേടിയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയുണ്ട്, പക്ഷേ ഞാനിപ്പോഴും പറയാം, എപ്പോഴും ഞാൻ എൻ്റെ കമന്റിനൊക്കെ റീപ്ലൈ കൊടുക്കുന്ന ഒരു കേസ് പറയുന്നതാണ്. പേടിയേക്കാൾ വലുതെന്തോ എനിക്ക് നേടാനുണ്ട് എന്നുള്ളത്. അപ്പം അതാണ് അതിൻ്റെ ഇത്. ഇപ്പം ഈ പുഴയിൽ ആരുമില്ല. ഇനി ഞാനും എൻ്റെ ഈ ഒരു തീയും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളും മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് പുഴയാണ്, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ക്യാമ്പ് ടെൻ്റ് ഇവിടെ പിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അത് പുഴ. ഇപ്പോൾ ഇതിൽ പോയാലും റബ്ബറിലേക്കുള്ള വഴിയാണ്. നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് റബ്ബറിലോട്ടുള്ള വഴി. ഈ നിസ്സാര റബ്ബറിൽ കിടക്കുന്നതിന് എന്തിനാടാ നീ ഇത്ര പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ ലൈറ്റ് ഇല്ല. ഈ റബ്ബറിൽ എവിടെയെങ്കിലും ലൈറ്റ് കണ്ടോ നിങ്ങൾ? ഈ റബ്ബറിൽ വേണ്ട, ഈ സൈഡിൽ എവിടേക്കെങ്കിലും കണ്ടോ? ഇവിടെ എൻ്റെ ഈ ഒരു ലൈറ്റ് എന്നല്ലാതെ വേറെ ഏതെങ്കിലും ലൈറ്റ് ഇവിടെ കണ്ടോ? ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇത് ഞാൻ കുറച്ച് 2 പൊറോട്ട വാങ്ങിയതാണ് ടൗണിൽ നിന്ന്. ഇതൊന്ന് ചൂടാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ വരുമ്പോൾ വാങ്ങിയതാ. ഈവനിങ് അപ്പം ചുട്ടത് അപ്പം കല്ലുമെന്ന് എടുത്ത് വാങ്ങാന്ന് പറയില്ല, നമ്മൾ അങ്ങനെ വാങ്ങിയ സാധനമാണത്. അപ്പം നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുക്കിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു വലിയ സംഭവമുള്ള കുക്കിംഗ് അല്ല, എന്നാൽ പോലും ഒരു രസമുള്ള പരിപാടിയാണ് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട് കയ്യിൽ. അതുപോലെ തന്നെ ഇത് വലിയ ഉള്ളിയാണ്. ഈ ഉള്ളിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയായി. ഇനി പച്ചമുളകൊക്കെ ചുവന്ന മുളകാണ്. ചുവന്നതേ വീട്ടിലുണ്ടായുള്ളൂ. അപ്പോൾ അതാ ഞാൻ ചുവന്ന മുളക് എടുത്തത്. അതായി കഴിഞ്ഞാൽ പിന്നെ ഇത് മുട്ട അത് പൊട്ടിക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പുണ്ട് നമ്മുടെ കയ്യിൽ. ഉപ്പ് കത്തിനുള്ള എൻ്റെ കയ്യിൽ, ഞാൻ സ്പൂണൊന്നും കരുതിയില്ല. അപ്പം ഇനി നമ്മളുടെ പരിപാടി അടുപ്പ് കത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുപ്പ് കത്തി. ഈ അടുപ്പ് ഭയങ്കര സുഖമാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ അതിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു, അതായത് ഈ ഒരു അടുപ്പ് പോരാ, അത് ചൂടാവും, അവിടെ ചൂടാവും, ഇവിടെ ചൂടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയുന്നതാണ്. ഇത് എവിടെയും ചൂടാവുന്നില്ല. ഇത് ഞാൻ ലോങ് കുക്കിംഗ് ഇതൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാണ് കേട്ടോ സാധനം. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ സെറ്റാണ്. ഇനി നമ്മളുടെ പൊറോട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മുട്ട ഉണ്ടല്ലോ, ഇത് ഞാൻ 2 പൊറോട്ട ഉണ്ട്. ഇത് ശരിക്കും മുട്ട പൊറോട്ട ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ട പൊറോട്ട ഉണ്ടാക്കുമ്പോൾ 1 പൊറോട്ടേ ഉപയോഗിക്കുള്ളൂ. ഡബിൾ ആംപ്ലേറ്റിലേക്ക് 1 പൊറോട്ടയാണ് ഉപയോഗിക്കാറ്. പക്ഷേങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഡബിൾ ആംപ്ലേറ്റ് 2 പൊറോട്ടയാണ്. സിംഗിൾ ആംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഡബിൾ ആംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് 2 പൊറോട്ടയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുട്ട വെച്ചിട്ട് ആ മുട്ടനെ നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് വികസിപ്പിച്ചെടുക്കണം. തീ വേണമെങ്കിൽ കുറച്ചും കൂടി കുറക്കാം. ഓക്കെ, അതിലേക്ക് നമ്മളുടെ 1 പൊറോട്ടനെ വെച്ച് കൊടുക്കാം. നമ്മളുടെ 1 പൊറോട്ട ആക്കണം. അതിനുശേഷം നമ്മളുടെ അടുത്ത പൊറോട്ടനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ആ പൊറോട്ടനെ അവിടെ ഒന്ന് ലാഗാക്കി വെക്കും. ഈ ആംപ്ലേറ്റിൽ ഉഷാറായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇങ്ങനെ മറച്ചാട്ടും. ഇപ്പം എന്താ വെച്ചാൽ ഡബിൾ പൊറോട്ടയായി. നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ പൊറോട്ടനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നത്തെ നമ്മളുടെ ഭക്ഷണം കഴിക്കല് ടെൻറ്റിൻ്റെ അകത്തുനിന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചട്ടി ചൂടാണ്. അവിടെ തോർത്തുമുണ്ട് വിരിച്ചിട്ടുണ്ട്, അതിലേക്ക് അത് വെച്ചു കൊടുക്കാം. എന്നാൽ പിന്നെ ഞാനും തന്നെ നൈസായിട്ട് കയറുവാണ് ഇതിനകത്തേക്ക്. ഓണിക്സിൻ്റെ എമർജൻസി ആണ് നമ്മുടെ കയ്യിലുള്ള ഒരു ലൈറ്റ്. ഇത് നമ്മൾ ഇന്ന് വാങ്ങിയതോ ഒന്നല്ല, അത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അമ്മ വാങ്ങിച്ചതാണ്, ഞാൻ വാങ്ങിച്ചതല്ല. പക്ഷെങ്കിൽ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ടെൻ്റല്ലേ, ഇതിനകത്ത് ഈ ലൈറ്റുകളുടെ പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ മുട്ട പൊറോട്ട ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. എന്നാൽ പിന്നെ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ട്. ഇതാണ് സംഭവം. ഓൻ്റെ മക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ചില ദിവസം സ്റ്റാൻഡിൽ വിശന്ന് നിൽക്കുമ്പോൾ ഞാൻ പോയി കഴിക്കുന്ന ഒരു ലൈറ്റ് ഫുഡാണത്. അതുകൊണ്ട് ഞാൻ 2 ആക്കി, 2 പൊറോട്ട. ഈ ചട്ടിയിലെ അവസാന പീസ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:15 ഞാൻ കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ തന്നെ ഒന്നും ഉറങ്ങൂല. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറച്ച് നേരം ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നോക്കിയിട്ട്, പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കിടക്കാറ്, ഉറങ്ങാറ്. അപ്പം ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു പുഴക്കരയിൽ ഇങ്ങനെ നൈസായിട്ടോട്ട് ഉറങ്ങിയിരിക്കുന്നു. ഇനി രാവിലെ കാണാം. ഓക്കെ, ബൈ എന്ന് പറഞ്ഞാൽ വൈൻഡപ്പല്ല കേട്ടോ, രാവിലെ കാണാം. ചെങ്ങന്മാരെ വെളിച്ചെങ്ങനെ വരുന്നുള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:25 ഈ തോട്ടം വെട്ടുന്ന തൊഴിലാളി ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ, അത് ടാപ്പിംഗുകാരനെ. എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു വെളിച്ചം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ ഞാൻ
നമ്മളുടെ ഈ ഒരു ടെൻറ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ടെൻ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഇതെന്തിൻ്റെ മേടക്കട്ടെ ഒരു വെള്ളപ്പൊടി. വാട്ട് ഇസ് ദിസ്? ഓ മൈ ഗോഡ്. എന്തായാലും അതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ. നമ്മൾ കിടന്നുറങ്ങിയത് അതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ സമയം 6:40 ആവാനായിട്ടുണ്ട്. വേണ്ട, ഓ അടിപൊളിയല്ലേ. പക്ഷേങ്കിൽ വലിയൊരു കോടമഞ്ഞ് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇന്ന് തണുപ്പുണ്ടായിട്ടില്ല വല്ലാതെ. ഞാൻ സ്ലീപ്പിംഗ് ബാഗൊന്നും ഇടാതെയാണ് ഞാൻ കിടന്നത്. ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക്. ഈ പാത്രം ഒന്ന് കഴുകണം. നല്ല വെള്ളം കൊണ്ടൊന്ന് കഴുകാം. പുഴ വെള്ളമല്ലേ, പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ചെറുതായിട്ട് ജലദോഷം പിടിച്ചതുപോലെ ഉണ്ട്. വളരെ ചെറുതായിട്ടാ. ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇന്നിവിടെ നിർബന്ധം. ഒരു ഗ്ലാസ്സേ വെച്ചിട്ടുള്ളൂ. ഒരു ഗ്ലാസ്സിലേറെ ഉണ്ടാവും. അത് വെള്ളം തിളച്ചുട്ടാ. ആകെ 1 മിനിറ്റ് പോലും ആയില്ല വെള്ളം തിളച്ചു തുടങ്ങി. രാവിലെ എണീറ്റപ്പോൾ ഇവിടെ അമ്പലത്തെ പാട്ടൊക്കെ കേട്ടുട്ടോ. പിന്നെ ബാങ്ക് എടുക്കുന്ന നേരത്ത് ബാങ്കുളിയും കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോഴുള്ളൂ ഞാൻ ഡോറ് മുട്ടിയാൽ പോലും അറിയാത്തത്. ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അത്ര ഡീപ്പായിട്ട് ഉറങ്ങി പോവാറില്ല. എപ്പോഴും ഒരു എന്താ പറയുക ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും. അത് ഇങ്ങനെയാണെങ്കിലും യാത്രയിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ അത്ര അങ്ങോട്ട് ആയത്തിൽ ഉറങ്ങാറില്ല. ചായ റെഡിയാ. ചായ കുടിക്കാം. ഇനി കുറച്ചും കൂടി ഉണ്ട്, വളരെ കുറച്ച് വേണമെങ്കിൽ കുടിക്കാം. പാകത്തെ മധുരം, പാകത്തെ കടുപ്പം, എല്ലാം കൊണ്ടും ഓക്കെ. ഇനി ഇവിടെ കിടന്നപ്പോൾ ഉണ്ടായ അനുഭവം പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ശബ്ദം അത് നല്ല രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ശബ്ദം അല്ലാതെ എന്നെ മറ്റൊരു തരത്തിലേക്ക് പേടിപ്പിക്കുന്ന ഒരു ശബ്ദം ഇവിടെ ഉണ്ടായത് ഇതിൻ്റെ മേലെ കൂടെ ട്രെയിൻ പോകുന്നതാണ്. പുലർച്ചെ 3 സംതിങ്ങിലേറ്റ ഒരു ട്രെയിൻ ഉണ്ട്. ഞാൻ ടൈം നോക്കിയില്ല. അതോടെ പോയപ്പോൾ ഞാൻ ആകെ കളി. കാരണം എന്തത് ഈ പുളിഞ്ഞാടുന്ന ഏരിയ. പിന്നെ വവ്വാലുകൾ അവിടെ ഒരു കഴുങ്ങുണ്ട്. ആ കഴുങ്ങുമെന്ന് അടക്ക തിന്നുന്നതാവാം. അത് തിന്നിട്ട് നമ്മുടെ ടെൻറ്റുമൊക്കെ ചാടുന്നത്. അതുപോലെ തന്നെ ഈല ചാടും. എന്നിട്ട് ടെൻറ്റുമ്പോൾ ഇങ്ങനെ സിറിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു സൗണ്ട്. അതൊക്കെയാണ് ഈ ഒരു പുഴക്കരയിൽ കിടന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. മറ്റുള്ള തരത്തിലുള്ള ഒരു തരത്തിലും എനിക്കൊരു ബുദ്ധിമുട്ട് ഇവിടെ തോന്നിയിട്ടില്ല. കിടന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. ചൂണ്ടല്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കിടന്നത്. നമ്മളിവിടെ പ്രത്യേകിച്ചൊരു വൃത്തികേടൊന്നാക്കിയിട്ടൊന്ന് വൃത്തിയാക്കിയതിനുള്ളൂ. പിന്നെ കുറച്ച് ചെമ്മലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈറ്റുകളെല്ലാം ഊരി എല്ലാ സാധനവും ഓർത്ത്. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇല്ല. പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ടുവന്നത് ഞാൻ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ കയറിയിട്ട് ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച, അത് രാവിലത്തെ കാഴ്ച, അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു തോട്ടം ടാപ്പിംഗ് ഉണ്ട്. പക്ഷേ ഇത് വെട്ടുന്ന ആള് വന്നിട്ടില്ല ഇപ്പോൾ. കാരണം ഞാനത് വെട്ടുന്നുണ്ടെന്ന് പറയാൻ കാരണം ഇത് എനിക്ക് ഇന്നലെ വരെ വെട്ടിയിട്ടുണ്ട്. എന്താ ഇന്നലെ വരെ വെട്ടിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് വെട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ആ സ്ഥലത്തോട് ഇവിടെ വന്നിരിക്കണം, അവിടേക്ക് എത്തട്ടാ. ഇതിലാണ് നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുക. അപ്പം ഞാൻ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ട്രാക്കിന് നല്ല വളവാണ് ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഇവിടെയും തന്നെ ഇങ്ങോട്ടല്ല വളവാണ്. അപ്പോൾ ബാഗും കൂടി അങ്ങോട്ടേക്ക് ചുമക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ബാഗ് അവിടെ വെച്ചത്. വെറുതെ വെയിറ്റ് പോകുമ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ടതേ. ട്രെയിൻ വരുന്നുണ്ട് എങ്ങനെമാരെ, ബാക്കും കൂടെയാണോ മുന്നിൽ കൂടെയാണോ അറിയില്ല. ചിന്നവിളി കെട്ടിയാണ് പറഞ്ഞോണ്ട് 7:10. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിൽ തന്നെ ആയിരിക്കാം. ബാക്ക് നല്ലല്ലോ, ഇല്ല നിലമ്പൂരിൽ തന്നെ ആയിരിക്കാം. ഓ മൈ ഗോഡ്, ആ ഒരു കാഴ്ച കൂടി കാണാം അല്ലേ. ഞാൻ എന്തായാലും ഇവിടെ കയറിക്കാട്ടെ, ട്രെയിന് പോട്ടെ, എന്നിട്ട് പാലത്തുമ്മക്ക് കയറാം നമുക്ക്. അപ്പം നമ്മൾ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ട്രെയിൻ വരുമ്പോൾ നമുക്ക് കയറിക്കാനുള്ള സ്ഥലമൊക്കെ ബ്രിഡ്ജിലുണ്ട്. പക്ഷേങ്കിൽ വേണ്ട. നമ്മൾ കിടന്നിരുന്നത് ഈ തോട്ടത്തിൻ്റെ അപ്പുറത്തായിരുന്നു. കൊള്ളാം അല്ലേ, മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാടാ.
ഒരു പനയോള ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നതാണ്ടാ. വരുന്നുണ്ടടേ, വരുന്നുണ്ട്. ഓ ഞാനേ കുറച്ചും കൂടി ഇറങ്ങി നിന്നേക്കുക. കാരണം ഇതുമ്മ നിൽക്കാറുന്നു. പക്ഷെ ഇതുമ്മ ഇന്നലെ നിന്നിട്ട് നല്ല കാറ്റ്. അതാ വരണം. ഓ പൊളി. എന്നാ സ്പീഡാളിയാ, എന്നാ സ്പീഡാ. അവൻ്റെ അടുത്ത സ്റ്റോപ്പിന് വാണിയമ്പലത്താണ് കേട്ടോ. അടുത്ത സ്റ്റോപ്പ് വാണിയമ്പലത്താണ്. വാണിയമ്പലത്തേക്ക് ഇവിടുന്ന് ഇനി ട്രെയിൻ ഉണ്ടോ, ഇവിടുന്ന് ഒരു 20 മിനിറ്റ് റണ്ണിങ് അത്രയില്ല സത്യത്തിൽ. പക്ഷേ എങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആവാം. ഇനി ഇത് ഏതാ വണ്ടി അറിയില്ല കേട്ടോ. ഇപ്പോൾ പാസഞ്ചറാവും. ഷൊർണൂർ അപ്പം നമ്മൾ ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. നനവുണ്ടോ, നല്ല മഞ്ഞുണ്ടായിട്ടുണ്ട്, നല്ല നനവുണ്ട്. വാവ് പൊളി. ആഹാ രാവിലെ തന്നെ കുളിക്കാരൊക്കെ വന്നിക്കണല്ലോ പുഴയിൽ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. കൊള്ളാട്ടോ കാഴ്ച. എങ്ങനെയുണ്ട്, മനോഹരല്ലേ. അങ്ങനെ താഴത്തേക്ക് അങ്ങനെ ഈ ഒരു പുഴയിൽ അങ്ങനെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ ചാലിയാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സൺറൈസ് കിട്ടിയടാ, സൺറൈസ് കിട്ടി. ഞാൻ സൺറൈസ് കിട്ടില്ല എന്ന് എഴുതിയതാണ്. പക്ഷേങ്കിൽ ആളെ നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര കണ്ട് വെളിച്ചട് വരുന്നില്ല. നല്ലൊരു ചുവന്ന പൊട്ടായിട്ട് നിൽക്കുവാണ്. കൊള്ളാം, അതിമനോഹരം. അടിപൊളി. എന്നാ പാലോടെ കൊള്ളാല്ലേ കളി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് സൺറൈസ് കിട്ടിയിരിക്കുവാണ്. നമുക്ക് സൺറൈസാണ് സാധാരണ കിട്ടാതിരിക്കൽ. ഇന്ന് സൺറൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുമ്മേ കയറി നിൽക്കാം കേട്ടോ. അതായത് ട്രെയിൻ വരുമ്പോൾ നമുക്ക് കയറി നിൽക്കാനുള്ളതാണ്, മനസ്സിലായില്ലേ. ട്രെയിൻ വരുവാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാം. അഥവാ ബ്രിഡ്ജിൻ്റെ മേലിനൊക്കെ വരുവാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കൊള്ളാട്ടാ. മോർണിംഗ് വൈബ് ഇവിടെയൊക്കെ വേറെ ലെവൽ തന്നെ മച്ചന്മാരെ അല്ലേ. മോർണിംഗ് വൈബ് ഇവിടെ വേറെ ലെവൽ തന്നെ. എന്നാലും നമുക്ക് സൺസെറ്റ് കിട്ടിയിരുന്നില്ല, സൺറൈസ് ചെറുതായിട്ടൊന്ന് കിട്ടി നമുക്ക്. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, ഒരു കമൻറ്റ് ചെയ്താൽ നിങ്ങൾ മറക്കരുത്. മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള വീഡിയോകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാം നമ്മൾ മാറ്റി വരുന്നതാണ്. എനിക്ക് കുറച്ച് സാവകാശം നിങ്ങൾ തരണം ദയവ് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ എനിക്ക് ആവശ്യമാണ്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും അത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.